നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോർച്ചുഗൽ തോറ്റു എന്ന് പറയുമ്പോൾ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ട് തോൽക്കുകയാണ്. റോബർട്ടോ മാർട്ടിനസ് അവരുടെ കോച്ചായിട്ട് വന്നിട്ട് ആദ്യമായിട്ടാണ് പോർച്ചുഗൽ തോൽക്കുന്നതെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ആദ്യത്തെ പരാജയം. ഇതിൽ ഇത്ര അധികം വറീഡാവേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. യൂറോ കപ്പിനുള്ള പ്രിപ്പറേഷൻ എന്ന നിലയ്ക്ക് താരങ്ങളെ മാറ്റിയാണ് കോച്ച് കളിപ്പിച്ചത്. എന്നാൽ പോലും സ്ലൊവേനിയ പോലുള്ളൊരു ടീമിനോട് ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും ഒറ്റാവിയോയും വിറ്റീഞ്ഞയും റൂബൻ നവസും കൻസെലോയും അതുപോലെ പെപ്പയും ഒക്കെ കളിച്ചിട്ട് 2-0 പോർച്ചുഗൽ തോറ്റു എന്നുള്ളത് അത്ര സുഖകരമായൊരു റിസൾട്ടല്ല. ക്രിസ്ത്യാനോ ഹാപ്പി അല്ലായിരുന്നു. കളി കഴിഞ്ഞിട്ട് അദ്ദേഹം തീർത്തും നിരാശനായിട്ടാണ്. അദ്ദേഹം വളരെ ഫ്യൂരിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതൊക്കെ കണ്ടു. റഫറിങ്ങിനെതിരെ അദ്ദേഹത്തിന് പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഏതായാലും കളി നമ്മൾ മൊത്തത്തിലെടുത്താൽ ആദ്യം നമ്മൾ ഹാഫ് ടൈം ഒന്നെടുത്ത് പരിശോധിച്ചാൽ ഹാഫ് ടൈമിൽ പോർച്ചുഗൽ തന്നെയായിരുന്നു പൊസിഷൻ കൂടുതൽ. പക്ഷേ അതുപയോഗിച്ച് മീനിങ് ഫുള്ളായിട്ടൊന്നും പോർച്ചുഗൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹാഫ് ടൈം വരെ നോക്കിയാൽ ഒന്നും പ്രത്യേകിച്ച് ജാവോ ഫെലിക്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡാലോട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ചില ക്രോസുകളും മറ്റുമൊക്കെ, പക്ഷേ അത്രമാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ക്രിയേറ്റീവായിട്ടുള്ള നീക്കമൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അതുപോലെ കൺസെലോ എന്താണ് ചെയ്യുന്നത് ഹാഫ് ടൈമിൻ്റെ സമയത്തുള്ളൊരു തോട്ടതായിരുന്നു. രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവും എന്ന് തോന്നി. പക്ഷെ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് വന്നത്. ഫുൾ ബാക്സ് വേണ്ട വിധത്തിൽ ഡിഫെൻഡ് ചെയ്യുന്ന കാഴ്ച കണ്ടില്ല. ഡാനിലോ ഡിഫൻഡറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ അദ്ദേഹം പോർച്ചുഗലായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു താരമല്ല എന്നുള്ളത് വ്യക്തമാവുകയാണ്. അത്ര നല്ല പ്രകടനമല്ല അദ്ദേഹത്തിൽ നിന്ന് വരുന്നത്. പിന്നെ ക്രിസ്ത്യാനോ ലിങ്കപ്പ് പ്ലേക്ക് ശ്രമിച്ചിരുന്നു. പക്ഷേ മറ്റുള്ള സഹതാരങ്ങൾ അത്തരത്തിലുള്ള ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയില്ല എന്നത് ശ്രദ്ധിക്കണം. ക്രിസ്ത്യാനോക്ക് ലിങ്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ താല്പര്യമുണ്ടായിരുന്നെങ്കിലും മറ്റുള്ളവർക്ക് മറ്റ് ഐഡിയാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ വളരെ കുറഞ്ഞുപോയി. എന്തായാലും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം യൂറോ കപ്പിന് എത്തുന്നതിന് മുമ്പ് ഇനിയും 3 ഫ്രണ്ട്ലി മത്സരങ്ങളുണ്ട്. അപ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കളി സ്വീഡനെതിരെ വിജയിച്ചിട്ടാണ് വന്നത്. പിന്നെ 8 താരങ്ങളെ മാറ്റിയിട്ടാണ് ഈ കളിക്കുള്ള സ്ക്വാഡ് ഇട്ടത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇത് ഒരു പരീക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ യൂറോ കപ്പിന് മുമ്പായിട്ട് ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയാനൊക്കെയുള്ളൊരു മത്സരമാണ്. എങ്കിലും ഇന്നലത്തെ പോർച്ചുഗലിൻ്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.